എല്ലാവർക്കും നെക്ക് പോയിൻറ്റ് കേരള പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടിയത് കാരണം, അതുപോലെ തന്നെ എക്സാമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ എക്സാം 30-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫ്ലെയിം യൂസ്ഡ് ഫോർ ഓക്സി അസിഡിലിംഗ് വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രൽ ഫ്ലെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ എക്സാമിന് ന്യൂട്രൽ ഫ്ലെയിമും അതുപോലെ തന്നെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷനാണ് സ്ലൈറ്റ്ലി കാർബറൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള കാർബൺ മെറ്റീരിയൽസ്, ഹാർഡ് സർഫേസിങ് മെറ്റീരിയൽസിനൊക്കെ സ്ലൈറ്റ്ലി കാർബറൈസിങ് ആയിട്ടുള്ള ഫ്ലെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് മീഡിയം സോൾഡർ. മീഡിയം സോൾഡർ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സോൾഡർ ഉണ്ട്. മീഡിയം സോൾഡർ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. 50% ലെഡ്, 50% ടിന്ന്. അത് 218 ഡിഗ്രിയാണ്. ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 218 ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അത് 244 എന്ന് പറയുന്നുണ്ട്. അറൗണ്ട് 218 വരുന്നത്. സോഫ്റ്റ് സോൾഡർ ആണെങ്കിൽ നമുക്ക് പറയാം സോഫ്റ്റ് സോൾഡർ 6337 ആണ്. 63 എന്ന് പറയുന്നത് ടിന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 185-184 ഒക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. മെൽറ്റിംഗ് പോയിൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ് ഫോർ അറ്റാച്ചിങ് ഫാസ്റ്റനേഴ്സ് ടു സ്ട്രക്ചറൽ മെമ്പേഴ്സ്. നമുക്കറിയാം ഒരുപാട് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സുകൾ ഉണ്ടായില്ല. ഇത് നമുക്ക് പ്രൊജക്ഷൻ വെൽഡിംഗ് ആണ് വരുന്നത്. പ്രൊജക്ഷൻ വെൽഡിംഗ് ഒരു മൾട്ടി സ്പോട്ട് വെൽഡിംഗ് കൂടിയാണ്, അങ്ങനെയും കൂടി അറിയപ്പെടാറുണ്ട്. ഫോർ ഇൻ റെസിസ്റ്റൻറ്റ് ബ്രേസിംഗ് ദ ഇലക്ട്രോഡ്സ് ആർ മെയ്ഡ് ഓഫ് കാർബൺ. റെസിസ്റ്റൻറ്റ് ബ്രേസിംഗ് കാർബൺ ആണ് അതിൽ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എഡ്ജ് പ്രിപ്പറേഷൻ ഫോർ 5 mm തിക്ക് മൈൽഡ് സ്റ്റീൽ ഇൻ ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക്. അത് നമുക്ക് 80 ഡിഗ്രി വി ആണ് നമ്മൾ ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് വേർഡ് ടെക്നിക്കിലേക്ക് വരുമ്പോൾ വി ഗ്രൂവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് 60 ഡിഗ്രി വി ഗ്രൂവ്സ് ആയിരിക്കും. 80 ഡിഗ്രി അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോഴ്സസ് ഫോർ ഗാമ റേസ്. ഗാമ റേസ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ റേഡിയോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റിൽ നമ്മൾ വരുന്നതാണ്. ജനറേറ്റ് ചെയ്യുന്നത് കബാൾട്ട് 60 അല്ലെങ്കിൽ ഇറിഡിയം 192. അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നുമാണ് ഇത് ഫോം ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പോസ്റ്റ് ഹീറ്റിംഗ് ഇസ് ഡൺ ടു. പോസ്റ്റ് ഹീറ്റിങ്ങും അതുപോലെ തന്നെ പ്രീ ഹീറ്റിങ്ങും ഒക്കെ നമ്മൾ ക്രാക്ക് എന്ന് പറയുന്ന ഒരു വെൽഡിങ് ഡിഫക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പോസ്റ്റ് ഹീറ്റിംഗ് ഡൺ ചെയ്താൽ എന്താണെന്ന് നമ്മൾ നോക്കാം. ടു റെഡ്യൂസ് ദ ബ്രിട്ടിൽനെസ് ആൻഡ് ഹാർഡ്നെസ്. ബ്രിട്ടിൽനെസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം പെട്ടെന്നത് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ആ ഒരു ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കട്ടിംഗ് ആംഗിൾ ഓഫ് ഹോട്ട് ചിസൽ 30 ഡിഗ്രിയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലക്സ് കവേർഡ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ ഫ്യൂഷൻ വെൽഡിംഗ് ഓഫ് കാസ്റ്റ് അയൺ. ഫ്യൂഷൻ വെൽഡിംഗ് ഓഫ് കാസ്റ്റ് അയണിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇതാണ് ബേസിക് ടൈപ്പ് ഫ്ലക്സ് കവേർഡ് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ബേസിക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മോയ്സ്ചർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറണ്ട് റേഞ്ച് വെൻ വെൽഡിംഗ് വിത്ത് 5 mm MS ഇലക്ട്രോഡ്. കറണ്ട് റേഞ്ചുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 130 to 270 ആണ് ഈ കേസിൽ. ഇപ്പോൾ 4 mm ആണെങ്കിൽ 6 mm ആണെങ്കിൽ 300 to 400 ആംപിയർ ആണ്. 4 mm ആണെങ്കിൽ 120 to 170 ആണ് വരുന്നത്. 3.2 mm ആണ് എന്നുണ്ടെങ്കിൽ അത് 130 ആംപിയർ ആയിരിക്കും വരിക. ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. നമുക്കറിയാം പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള പെനിട്രേഷൻ കൊണ്ടുപോകുന്ന ഒരു വെൽഡിംഗ് ആണ്. അതിൻ്റെ മാക്സിമം റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 ആംപിയർ വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറൗണ്ട് 14,000 ഡിഗ്രിയാണ്. ഇപ്പോൾ നമുക്ക് പല ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല ടെക്സ്റ്റ് ബുക്കുകളിലും പല വെൽഡിംഗ് ഓപ്പറേഷൻ്റെയും ടെമ്പറേച്ചറുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഏതാണോ അതിൽ നിന്നുള്ളതായിരിക്കും ചോദിക്കുക. അപ്പോൾ നിമി ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ചോദിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, DC പവർ സോഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ടൈപ്പ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, പി കോഡ് ഫോർ അലൂമിനിയം ആൻഡ് അലൂമിനിയം ബേസ്ഡ് അലോയ്സ്.
പി കോഡ് ഫോർ അലൂമിനിയം ആൻഡ് അലൂമിനിയം ബേസ്ഡ് അലോയ്സിൽ P21 to P30 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്ൻസ് ഹൗ മെനി എമൗണ്ട് ഓഫ് കാർബൺ? നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ 18/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18% ക്രോമിയം, 8% നിക്കലാണെന്നറിയാം. അപ്പോൾ ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് വെൽഡബിൾ ആണ്. അതിനകത്ത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ലെസ് ദാൻ 0.25% ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഹാർഡനബിലിറ്റീനെ വെൽഡബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കാർബൺ കണ്ടൻ്റ് ആണ്. കാർബൺ കണ്ടൻറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വെൽഡബിൾ ആയിരിക്കും. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലെയിം ഈസ് മോർ ലൂമിനസ്? കാർബറൈസിങ് ഫ്ലെയിം ആണ്. വിച്ച് ഫ്ലെയിം ഈസ് മോർ ലെങ്തി എന്ന് ചോദിച്ചാലും കാർബറൈസിങ് ഫ്ലെയിം ആണ്. വിച്ച് ഫ്ലെയിം ഹാസ് 3 സോൺസ് എന്ന് ചോദിച്ചാൽ അതും കാർബറൈസിങ് ഫ്ലെയിം ആണ്. വിച്ച് ഫ്ലെയിം ഹാസ് ഹയസ്റ്റ് ടെമ്പറേച്ചർ? ഓക്സിഡൈസിങ് ഫ്ലെയിമിനാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലർ റോഡ് യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഓഫ് ബ്രാസ്? ബ്രാസിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ലർ റോഡ് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ബ്രോൺസ് അലോയ് ആണ്. നമ്മളതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കണിൻ്റെ ബ്രോൺസിൻ്റെ അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഫ്ലക്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ഈസ്? ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഫ്ലക്സ് ആയിരിക്കും ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്. അത് വെർട്ടിക്കൽ പൊസിഷനിൽ ചെയ്യുന്നൊരു വെൽഡിംഗ് ആണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് ഓപ്പറേഷനാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആഡഡ് ഇൻ ടിക്ക് വെൽഡിംഗ്, സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. റേറ്റ് ഓഫ് സ്പീഡ് കൂട്ടുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. ഇലക്ട്രോൺ എമിഷൻ ഇൻ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇംപ്രൂവ്ഡ് ബൈ? ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോൺ എമിഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തോറിയോ അല്ലെങ്കിൽ സിർക്കോണിയോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്യും. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ടങ്സ്റ്റൺ 3422 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, മെറ്റീരിയലാണ്. ഈ പ്യുവർ ടങ്സ്റ്റൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അത് ഗ്രീൻ കളറാണ്. ആർഗൺ പെയിൽ ബ്ലൂ സിലിണ്ടറിലാണ് നമ്മളത് സ്റ്റോർ ചെയ്യുക, ആർഗൺ സ്റ്റോർ ചെയ്യുക. സെറാമിക് നോസിൽ യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിങ്ങിൽ നമ്മൾ സെറാമിക് നോസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് നോസിൽ പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിൽ നോസിൽ നമ്മൾ കോപ്പർ വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. ഇൻ പ്ലാസ്മ ഇലക്ട്രോഡ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, നോസിൽ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോൺ ട്രാൻസ്ഫേർഡ് ആർക്ക് വെൽഡിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് നോൺ ട്രാൻസ്ഫേർഡ് ഉണ്ട്, ട്രാൻസ്ഫേർഡ് ആർക്ക് വെൽഡിംഗും ഉണ്ട്. അപ്പോൾ നോൺ ട്രാൻസ്ഫേർഡ് ആവണമെങ്കിൽ അത് ഇലക്ട്രോഡ് നെഗറ്റീവിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇൻ തോർമിറ്റ് വെൽഡിംഗ് എ സെമി പെർമനൻറ്റ് ക്രൂസിബിൾ മോൾഡ് മെയ്ഡ് ഓഫ് ഗ്രാഫൈറ്റ് ആണ്. ഇതൊക്കെ ഷോർട്ട് കീ പോയിൻറ്റുകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് അലൂമിനിയം 2519. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലൂമിനിയം നിങ്ങൾക്കറിയാം 660, 659 ആണ്. സ്ലാഗ് ഫോംഡ് ഇൻ തെർമിറ്റ് വെൽഡിംഗ് ആണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. Al2O3 ആണ്. Al2O3യുടെ ടെമ്പറേച്ചർ ചോദിക്കാറുണ്ട്, മെൽറ്റിംഗ് പോയിൻ്റ് ചോദിക്കാറുണ്ട്. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 2072 ആണ്. ഗൂഗിൾ പറയുന്ന ആൻസറാണ് കേട്ടോ. ചില ടെക്സ്റ്റ് ബുക്കുകൾ 1930 എന്ന് പറയുന്നുണ്ട്, ചില ബുക്കുകൾ 2070 എന്ന് 2000 എന്നൊക്കെ പറയുന്നുണ്ട്. ഗൂഗിളിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2072 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ലാർജ് ഹീറ്റ് എഫക്റ്റഡ് സോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഹാസ് കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചർ. ഹീറ്റ് എഫക്റ്റഡ് സോണ് നമ്മൾ സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോഴ്സ് ഗ്രൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെമി ഓട്ടോമാറ്റിക് വെൽഡിംഗ് ഓപ്പറേഷനാണ്. അപ്പോൾ അതിനകത്ത് സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് ഫ്ലാറ്റ് പൊസിഷനിൽ മാത്രമാണ് നമ്മൾ സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ചെയ്യുന്നത്. ഗ്രാനുലാർ ഫ്ലക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ബെയർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അഡ്വാൻറ്റേജസ്, SW-ൻ്റെ അഡ്വാൻറ്റേജ് നോ സ്പാറ്ററാണ്, ഹൈ ഡെപ്പോസിഷൻ റേറ്റ് ആണ്. ട്വിൻ വയർ വെൽഡിംഗ് ഇൻ SAW, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ട്വിൻ വയർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാൻഡം സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്നാണ് നമ്മളതിന് പറയുന്നത്. സ്റ്റിക്ക് ഔട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക? ഡെപ്പോസിഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഡെപ്പോസിഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിക്ക് ഔട്ട് കൂട്ടാൻ പറ്റും. നമുക്കറിയാം സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന പൊസിഷൻ 1F 2F ആൻഡ് 1G പൊസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2G പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യില്ല, കാരണം നമ്മൾ 2G പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോറിസോണ്ടൽ വെൽഡിംഗ് ആണ് എങ്കിൽ പോലും നമ്മളുടെ പ്ലേറ്റ് നമ്മൾ
വെർട്ടിക്കലി ആണ് വെക്കുന്നത്. അപ്പോൾ 2G പൊസിഷൻ വരില്ല, 1G 2F 1F ആണ് വരുന്നത്. കാരണം ഇത് ഹോറിസോണ്ടലി ചെയ്യുന്ന ഒരു വെൽഡിങ് ഓപ്പറേഷനാണ് സമ്മർജ്ഡ് ആർക്ക് വെൽഡിങ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹൈ സ്പാറ്റർ, നമുക്കറിയാം മെറ്റൽ ട്രാൻസ്ഫർ പ്രോസസ്സുകളിൽ ഹൈ സ്പാറ്റർ ഉണ്ടാവുന്നത് ഗ്ലോബുലാർ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിംഗ് ട്രാൻസ്ഫറിലാണ്. ഇൻ FCAW ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസസ് വിത്ത് ആർഗൺ. ഇപ്പോൾ ആർഗണിൻ്റെ കൂടെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ പെനിട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡ് കൂടുതൽ യൂസ് ചെയ്താൽ പെനിട്രേറ്റിംഗ് എബിലിറ്റി കൂട്ടാം. ഇനി നമുക്ക് ഒരുപാട് വേറെ കുറച്ച് പോയിൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രോഡ് കണ്ടെയ്നിങ് ടൈറ്റാനിയം ആൻഡ് സിർക്കോണിയം ക്യാൻ അവോയ്ഡ് നൈട്രജൻ പോറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് സ്റ്റെബിലിറ്റി ഈസ് ബെറ്റർ വിത്ത് ആർഗൺ ആയിരിക്കും. ആർഗൺ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആർക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിട്ടുണ്ടാവുക. വെൽഡിംഗ് ഗണ്ണ് ടു ഡെലിവർ ദി വയർ, വെൽഡിംഗ് ഗണ്ണിൻ്റെ ഒരു യൂസാണ് പറയുന്നത്. വയർ ഡെലിവർ ചെയ്യുക, ഷീൽഡിംഗ് ഗ്യാസ്, അതുപോലെ തന്നെ വെൽഡിംഗ് കറണ്ട് പാസ് ചെയ്യുക. മിഗ് ഒരു സെമി ഓട്ടോമാറ്റിക് വെൽഡിംഗ് ആണ്. മെറ്റൽ ട്രാൻസ്ഫർ പ്രിഫേർഡ് ഫോർ തിൻ മെറ്റീരിയൽ, ഷോർട്ട് സർക്യൂട്ടിംഗ് ട്രാൻസ്ഫർ ആണ്. എലമെൻറ്റ് ഇൻ എക്സസ് ലീഡ് ടു ക്രാക്ക്. ഹൈഡ്രജൻ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ഉണ്ടാവും. ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ റെഡ്യൂസ് ടഫ്നെസ്. ഓക്സിജൻ ഇതിനകത്തുണ്ടെങ്കിൽ, വെൽഡിനകത്തുണ്ടെങ്കിൽ ടഫ്നെസ് കുറയും. ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റിയാണ്. ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറഞ്ഞു പോകും. ടഫ്നെസ് മെഷർ ചെയ്യുന്ന ഒരു ഇമ്പാക്ട് ടെസ്റ്റ്, ചാർപി ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ആർ ടു സ്റ്റീൽ യൂസ്ഡ് ആസ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റീൽ ലോ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ നിക്കൽ ആഡ് ചെയ്തിട്ടാണ് അത് വെൽഡ് ചെയ്യുന്നത്. ബോറോൺ ഇൻ സ്റ്റീൽ ഇൻക്രീസസ്. ബോറോൺ സ്റ്റീൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡനബിലിറ്റി കൂടും. മോളിബണ്ണം ആഡ് ചെയ്താലും ഹാർഡനിങ് ആണ് നടക്കുന്നത്. അലൂമിനിയം ഡീ ഓക്സിഡൈസിങ് സ്റ്റീൽ. വയർ ഈസ് ഇൻസേർട്ടഡ് ഡ്യൂറിങ് ടാക്ക് ബട്ട് വെൽഡിംഗ് ടു മെയിൻറ്റെയിൻ യൂണിഫോം റൂട്ട് ഗ്യാപ്പ് ആണ്. റൂട്ട് ഗ്യാപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ ഹൈ പെനിട്രേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പൈപ്പ് വാൾ തിക്നെസ് ലെസ് ദാൻ 4 mm ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്വയർ എഡ്ജ് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ എഡ്ജ് പ്രിപ്പറേഷൻ ഡയമീറ്റർ ആൻഡ് വാൾ തിക്നെസ് ആണ്. പൈപ്പിൻ്റെ കേസിലാണ്, പൈപ്പ് വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഡയമീറ്ററും വാൾ തിക്നെസ്സുമാണ് മെയിനായിട്ട് നോക്കുന്നത്. 1G പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ വെൽഡിംഗ് ആണ്, ഹോറിസോണ്ടൽ പൊസിഷനിലുള്ള വെൽഡിംഗ് ആണ്. 5G എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഹോറിസോണ്ടൽ പൊസിഷൻ ആണ്, പക്ഷേ നമുക്ക് വേരിയസ് പൊസിഷനിൽ അത് ചെയ്യാനും പറ്റും. എലമെൻറ്റ്സ് കണ്ടെയ്ൻ ഇൻ കാസ്റ്റ് അയൺ. അതിനകത്ത് സിലിക്കണും ഗ്രാഫൈറ്റും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു വെൽഡ് ആയിരിക്കും. നമുക്ക് വരുന്ന ഒരു ഫയൽ നമ്മൾ ഒരുപാട് ഫയൽസ് നമുക്ക് ടൂൾസിനകത്ത് വരുന്ന ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹാക്സോ ബ്ലേഡ് ഹൈ സ്പീഡ് സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീലാണ് വരുന്നത്. വൈസ് ക്ലാമ്പ് നമ്മൾ ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്, ഇത് ബെഞ്ച് വൈസിനകത്താണ്. അലൂമിനിയമാണ് ആ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ട്രൈ സ്ക്വയർ ഹാർഡൻഡ് സ്റ്റീലാണ്. ബെഞ്ച് വൈസ് കാസ്റ്റ് സ്റ്റീൽ ഓർ കാസ്റ്റ് അയൺ ആണ്. സ്റ്റീൽ റൂള് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റീലാണ് വരുന്നത്. വൈറ്റ് വാഷ് നമുക്കറിയാം ഒരു മാർക്കിംഗ് മീഡിയമാണ്. റഫ് സർഫസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. റഷ്യൻ ബ്ലൂ ക്ലിയർ ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോർ ഡ്രൈയിങ് ടൈമാണ് എടുക്കുന്നത്. ഫിനിഷ്ഡ് സർഫസിലാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ സൾഫേറ്റ് HNO3 മിക്സ്ചർ ഫിനിഷ്ഡ് സർഫസിലാണ്. കോപ്പർ സൾഫേറ്റ് പോയിസണസ് ആണ് എന്നോർത്ത് വയ്ക്കുക. സെല്ലുലോസ് ലാക്വർ ഡ്രൈസ് ക്വിക്കലി അല്ലേ, ഡ്രൈസ് ക്വിക്കലി ആണ്. ഫിനിഷ്ഡ് സർഫസിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്രൈബർ ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് സ്ക്രൈബർ നിർമ്മിച്ചിട്ടുള്ളത്. സെൻറ്റർ പഞ്ച് ഹൈ കാർബൺ സ്റ്റീലാണ്. സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. വെയ്റ്റ് ഓഫ് ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് 250 gram ആണ്. വെയ്റ്റ് എവിടെയാണോ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത് അത് ചീക്ക് എന്ന് പറയുന്ന പോർഷനിലായിരിക്കും. ചീക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഫേസും അതുപോലെ പീനുമായിരിക്കും ഹാർഡായിട്ടുണ്ടാവുക. സ്പെസിഫൈഡ് ബൈ വെയ്റ്റ് ആൻഡ് ഷേപ്പ്. ഹാമർ ഈസ് സ്പെസിഫൈഡ് ബൈ വെയ്റ്റ് ആൻഡ് ഷേപ്പാണ്. ഡബിൾ എൻഡഡ് സ്പാനർ ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് മേഡ് ചെയ്തിട്ടുള്ളത്. ചിപ്പിംഗ് ഹാമർ മീഡിയം കാർബൺ സ്റ്റീൽ വിത്ത് മൈൽഡ് സ്റ്റീൽ ഹാൻഡിലായിരിക്കും ഉണ്ടാവുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫെറസ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ്.
ഫെറസ് മെറ്റൽസിന് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന കാർബൺ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് നോൺ ഫെറസ് മെറ്റൽസിൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സേഫ്റ്റി ഡിവൈസ് യൂസ്ഡ് ഇൻ ഗ്രൈൻഡിങ് പ്ലെയിൻ ഗൂഗിൾസ് ആണ്. അവൈലബിൾ സൈസ് ഓഫ് ജെന്നി കാലിപ്പർ 150 to 300 mm വരെ വേരിയേഷൻസ് ഉണ്ട്. സൈസ് ഓഫ് ഡിവൈഡർ 50 to 200 വരെ വേരിയേഷൻസ് ഉണ്ട്. സെൻറ്റർ പഞ്ച് ഹൈ കാർബൺ സ്റ്റീലാണ്. സ്ലോ വെൽഡിങ്, കാർബൺ ആർക്ക് വെൽഡിങ് ഒരു സ്ലോ വെൽഡിങ് ഓപ്പറേഷനാണ്. റോളർ ടൈപ്പ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് സീം വെൽഡിങ്ങിലാണ്. അതൊരു റെസിസ്റ്റൻസ് വെൽഡിങ് ഓപ്പറേഷനാണ്. ലോവസ്റ്റ് ഫ്ലെയിം ടെമ്പറേച്ചർ വരുന്നത് ഓക്സി കോളിലാണ്, 1800 ഡിഗ്രിയാണ്. അതുപോലെ അസറ്റ്ലീൻ, എയർ അസറ്റ്ലീൻ എയർ അസറ്റ്ലീനകത്ത് 1825 വരുന്നുണ്ട്. പ്രീഹീറ്റ് ഫ്ലെയിം 2 to 3 mm അവേ ഫ്രം ദ സർഫസ് ആയിരിക്കും. യൂഷ്വലി ഫ്ലെയിം എന്ന് പറയുന്നത് 5 mm ആയിരിക്കും സർഫസിൽ നിന്ന് ദൂരെ ഉണ്ടാവുക. പ്രീഹീറ്റ് ഫ്ലെയിം 2 to 3 mm ആയിരിക്കും ഉണ്ടാവുക. ടിപ്പ് ഓഫ് ദ നോസിലാണ് 5 mm ഫ്രം ദ സർഫസ് ഉണ്ടാവുക. ആംഗിൾ ഓഫ് കട്ടിംഗ് നോസിൽ വിത്ത് ദ ബോഡി 90 ഡിഗ്രിയാണ്. വിത്ത് ദ നെക്കാണെങ്കിൽ വെൽഡിംഗ് നോസിൽ വിത്ത് നെക്ക് 120 ഡിഗ്രി ആയിരിക്കും. കട്ടിംഗ് ഓക്സിജൻ പ്രഷർ 3 to 6 mm വരെ കട്ടിംഗ് ഓക്സിജൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 1 to 1.4 kg/cm² ആണ് വരുന്നത്. 6 to 19 ആണെങ്കിൽ 1.4 to 2.1 ആണ് വരിക. റേഷ്യോ ഓക്സിജൻ ടു അസറ്റ്ലീൻ ഫോർ കംപ്ലീറ്റ് കംപ്രഷൻ 2.5:1 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. വിച്ച് മെറ്റൽ ക്യാൻ ബി ഡൺ ഫോർ പ്രൊഫൈൽ കട്ടിംഗ് മെഷീൻ? അലൂമിനിയമാണ്. പ്രൊഫൈൽ കട്ടിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അലൂമിനിയമാണ്. ആർക്ക് യൂസ്ഡ് ഫോർ സ്പോട്ട് വെൽഡിങ്? ലോങ് ആർക്കാണ് നമ്മൾ സ്പോട്ട് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഫോർ ബെറ്റർ റൂട്ട് റൺസ് ഷോർട്ട് ആർക്കായിരിക്കും യൂസ് ചെയ്യുക. മൈൽഡ് സ്റ്റീലിന് മീഡിയം ആർക്കാണ്. ലോങ് ആർക്കിന് ഹമ്മിങ് സൗണ്ട് ആയിരിക്കും. ഷോർട്ട് ആർക്കാണെങ്കിൽ പോപ്പിംഗ് സൗണ്ട് ആയിരിക്കും. ലോങ് ആർക്കിന് പ്യുവർ പെനിട്രേഷൻ മോർ സ്പാർട്ടറൊക്കെയാണ്. ഇൻഡിക്കേഷൻ ഓഫ് റോങ് പൊളാരിറ്റി, എക്സസ് പാറ്റേൺ പുവർ പെനിട്രേഷനാണ് ഉണ്ടാവുക. റിവേഴ്സ് പൊളാരിറ്റി നോൺ ഫെറസ് ഷീറ്റ് മെറ്റൽ കാസ്റ്റ് അയൺ, ഈ കേസിലാണ് റിവേഴ്സ് പൊളാരിറ്റി ഉള്ളത്. ഡി സി വിത്ത് റിവേഴ്സ് പൊളാരിറ്റി യൂസ് ചെയ്യുന്നത്. ഗ്രേഡ്സ് ഓഫ് കാൽസ്യം കാർബൈഡ് നോർമലി 3 ഗ്രേഡ്സ് ആണുള്ളത്. ലംബ്, എഗ്, നട്ട്. ഈ നട്ടിന് നമ്മൾ ND14 എന്ന് കൂടി പറയാറുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അസറ്റ്ലീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0.9056 ആണ്. പ്രഷർ ജനറേറ്റഡ് ഇൻ വാട്ടർ ടു കാർബൈഡ് ജനറേറ്റർ 0.17 kg/cm² ആണ്. കാർബൈഡ് ടു വാട്ടർ ആണ് 1 kg/cm² ആയിരിക്കും വരിക. ഇത് വാട്ടർ ടു കാർബൈഡും ലോ പ്രഷറും, കാർബൈഡ് ടു വാട്ടറും മീഡിയം പ്രഷറും ആയിരിക്കും. കാർബൈഡ് ചേഞ്ച് ഇൻ ടു കൂപ്പർ സൈസ് ഓഫ് കാർബൈഡ് ഈസ് ND14 ആണ്. ND14 നമ്മൾ പറയുന്നത് നട്ട് എന്ന് പറയുന്ന ഇതാണ്. ND14 ഗ്രേഡാണ് നമ്മൾ കാർബൈഡ് ടു വാട്ടർ ജനറേറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രേഡ്. വാട്ടർ ടു കാർബൈഡിൽ നമ്മൾ 3 ഗ്രേഡും യൂസ് ചെയ്യുന്നുണ്ട്. കാർബൈഡ് ടു വാട്ടർ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അമോണിയ ഈസ് റിമൂവ്ഡ് ബൈ പാസിങ് ത്രൂ വാട്ടറിലൂടെ പാസ് ചെയ്തിട്ടാണ് അമോണിയ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അസറ്റ്ലീൻ പ്യൂരിഫയറിന് 3 കമ്പാർട്ട്മെൻറ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയുമായിരിക്കും. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓക്സിജൻ 1.1053 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. 1 kg ഓഫ് ലിക്വിഡ് ഓക്സിജൻ പ്രൊഡ്യൂസസ് 750 liters ഓഫ് ഓക്സിജൻ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആർഗൺ 0.9325 ആണ്. സിലിണ്ടർ ഓഫ് നൈട്രജൻ ഗ്രേ വിത്ത് ബ്ലാക്ക് നെക്കാണ്. അതുപോലെ തന്നെ ഗ്രേ വിത്ത് വൈറ്റ് നെക്കാണ്, ബ്ലാക്ക് നെക്കല്ല, വൈറ്റ് നെക്കാണ്. പ്രൊപ്പൈൻ റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. പ്രൊപ്പൈൻ റെഡ് കളർ, അതുപോലെ ഹൈഡ്രജൻ റെഡ് കളറാണ്. കോള് റെഡ് കളർ സിലിണ്ടറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്സിജൻ സിലിണ്ടർ ടോപ്പ് ഈസ് ഫിറ്റഡ് വിത്ത് ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് ആണ്. പ്ലെയിൻ വാട്ടർ യൂസ്ഡ് ഫോർ ലീക്കേജ് ഓഫ് ഓക്സിജൻ. ലീക്കേജ് ഓഫ് ഓക്സിജൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് തന്നെയാണ്. അസറ്റ്ലീൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ഫ്യൂ പാസസ് വിത്ത് ലാർജ് ഡയമീറ്റർ ഇലക്ട്രോഡ് റെഡ്യൂസസ് ഡിസ്റ്റോർഷൻ ഇൻ ലാറ്ററൽ ഡയറക്ഷനിലുള്ള ഡിസ്റ്റോർഷൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഫ്യൂ പാസസ് വിത്ത് ലാർജ് ഡയമീറ്റർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. വെഡ്ജ് ഓർ അലൈൻമെൻറ്റ് ക്ലാമ്പ് ഈസ് പ്ലേസ്ഡ് ഫോർ ഡൈവേർജൻസ് അലവൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 mm/m ഫോർ ഫെറസ് മെറ്റൽസ്, 10 mm/m ഫോർ നോൺ ഫെറസ് മെറ്റൽസ് ആയിരിക്കും. ലൈൻ ഹീറ്റിംഗ് പ്രിവെൻറ്റ് ആംഗുലാർ ഡിസ്റ്റോർഷൻ.
പൈപ്പ് നീഡിൽ ഹീറ്റിംഗ് അവോയ്ഡ് സ്ട്രിങ്കേജ് ആൻഡ് ആംഗുലാർ ഡിസ്റ്റോർഷൻ ആണ്. റെഡ് ഹോട്ട് ഹീറ്റിംഗ് യൂസ്ഡ് വെൻ സീവർ ഡിസ്റ്റോർഷൻ ലോക്കലൈസ്ഡ് ഏരിയ. നോർമലി നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഷോർട്ട് കീസാണ് നമ്മൾ കീ പോയിൻറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇൻ അഡീഷൻ ടു ദാറ്റ് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് കീ പോയിൻറ്റ്സ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ വേൾഡ് എന്ന് പറയുന്ന എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത മെക്കാനിക്കൽ ഫീൽഡിൽ വരാൻ പോകുന്ന ഏതെങ്കിലും പോളി ലെക്ചർ എന്ന് പറയുന്ന എക്സാം ഉടനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എങ്കിൽ കൂടി ആ ഒരു എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.